ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സെല്ലുലോയിഡ്. സ്വന്തം പേരിൽ ഒരു ബ്രാൻഡ് നിർമ്മിക്കാമെന്നിട്ടും ആ പേരിൽ ഒരു ആക്ടർ എന്ന നിലയിൽ അറിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിത്വം ഇന്ന് മലയാള സിനിമയിൽ ആക്ടറായിട്ടും ഡിസൈനറായിട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത സാന്നിധ്യം അനീഷ് ഗോപാൽ. സോ നമസ്കാരം. സോ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. എന്താണ്? കാരണം ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് അവനവന്റെ പേരും വ്യക്തിത്വവും ഒരു ബ്രാൻഡാക്കി മാറ്റണം. ആ പേരിലൂടെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെയും ആളുകളിലേക്ക് എത്തണം എന്നൊരു ചിന്തിക്കുന്ന ഒരു ഇതുണ്ട്. കുറെ കൂടി വീക്ഷണം അങ്ങനെയാണ്. പക്ഷെ അവിടെ പോയിട്ട് നമ്മളിലുള്ള ഒരു ടാലന്റ് അതിനേക്കാൾ ഉപരിയായിട്ട് ആ വർക്ക് അറിയുന്നത് എന്റെ പേരിലൂടെ വേണ്ട, അനീഷ് ഗോപാൽ എന്നൊരു പേര് ഒരു ആക്ടറായിട്ട് നിലനിൽക്കട്ടെ, അതിനൊരു കമ്പനി ആയിട്ട് നിലനിൽക്കട്ടെ എന്നൊരു ചിന്ത പോകണം. അത് സ്വാർത്ഥത കൂടി ഇല്ലാതെ ആവണം. എങ്ങനെ പറ്റണം അത്? ഇല്ല, ഞാൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. കുറേ കാലം ചെന്നൈയിലൊക്കെ ഇങ്ങനെ കുറേ ഹോട്ടൽ അങ്ങനത്തെ ജോലിയൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ പോസ്റ്ററുകളൊക്കെ ശ്രദ്ധിക്കുന്നത്, ചെറുതായിട്ട് വരയ്ക്കായിരുന്നു. ഓക്കെ. അപ്പം ഓൾറെഡി ഓൾഡ് മങ്സിൻ്റെ ഒക്കെ അന്നത്തെ വർക്ക്സൊക്കെ ഞാൻ ഭയങ്കര ശ്രദ്ധിക്കായിരുന്നു. ഓക്കെ. അപ്പം അങ്ങനെ ശ്രീനാഥിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഷോ എന്നുള്ള സിനിമ വന്നപ്പോൾ അതിൽ എനിക്ക് വേഷമുണ്ട്, ആക്ടർ ആവണം, നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നു. അപ്പം ആക്ടറായി അറിഞ്ഞാൽ മതി, ഇതൊരു കമ്പനി ആയിട്ടിരിക്കട്ടെ. ഇത് എനിക്ക് ഉറപ്പായിരുന്നു ഇതൊരു വലിയൊരു കമ്പനിയായി മാറും. പ്രസ്ഥാനം അത് അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ വാട്ടർമാർക്കുകളുടെ കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനവിടെ ഒരു അല്ലെങ്കിൽ വാട്ടർമാർക്കിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന നമ്മളായിരിക്കും. അവിടെയാണ് യെല്ലോ ടൂത്ത്സ് വരുന്നത് സംഭവം. അപ്പം നമ്മൾ കൊച്ചിലെ സ്കൂൾ മുതലേ മഞ്ഞപ്പല്ലുകൾ എന്ന് പറഞ്ഞ കളിയാക്കുന്ന സംഭവമാണ്. പക്ഷെ മലയാള സിനിമയ്ക്ക് മഞ്ഞപ്പല്ല് എന്ന് പറഞ്ഞാല് സ്വർണ്ണപ്പല്ലാണ്. ഇന്ന് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. സോ എങ്ങനെ ഇത് യെല്ലോ ടൂത്ത്സ് ഇങ്ങനെ ഒരു സംഭവം വരുന്നു, അത് ഇത്രത്തോളം ഒരു ബ്രാൻഡാക്കി മാറ്റുന്നു? അങ്ങനെ കുറെ പേരിങ്ങനെ ആലോചിച്ചു. ഒരു ഫങ്കി അങ്ങനത്തെ ഒരു പേരാണ് വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും യെല്ലോ ഹൗസിലൊക്കെയാണ് ഉണ്ടാവുക. സ്കൂളിൽ നമ്മൾ അങ്ങനെയാണ്, റെഡ് ഹൗസ്, ഗ്രീൻ ഹൗസ് അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക യെല്ലോ ഹൗസിലാണ്. അപ്പം പ്രവീൺ, കൽക്കിയുടെ ഡയറക്ടർ പ്രവീൺ, അവൻ്റെ ഫോണിൽ അന്ന് നമ്മൾ ഈ ബ്ലൂടൂത്ത് വഴിയാണല്ലോ ഒക്കെ, പക്ഷെ ഇത് 10-15 വർഷം മുന്നുള്ള കഥ കേട്ടോ, തുടങ്ങിയ സമയത്ത്. അപ്പം അനീഷ് ഗോപാൽ, അന്ന് ജിസൻ പോൾ അല്ലെങ്കിൽ കോളിൻസ് ലിയോ, ഫിൽ, ഗായത്രി, അശോകൻ ഒക്കെ അവരുടെ പേരിൽ തന്നെയാണ്, അതിലാണ് ഓൾഡ് മങ്സ് ഉള്ളത്. അപ്പം എനിക്ക് എന്തായാലും ആക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് എനിക്ക് താല്പര്യം, അനീഷ് ഗോപാൽ എന്നുള്ള പേരിൽ. പിന്നെ ഇത് ഒരു കമ്പനി പേരിൽ വേണം, എന്ത് പേരിടുന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസ്റ്റ് ഡിസൈൻ അനീഷ് ഗോപാൽ അഭിനയിക്കുന്നത്, ഞാനത് വേണ്ട. അപ്പം അവനോട് ബ്ലൂടൂത്തിൽ എന്തോ ഒരു സാധനം എനിക്ക് അയക്കാൻ പറഞ്ഞു. അപ്പം അവൻ്റെ ഫോണിന് നെയിം ഉണ്ടാവുമല്ലോ, അതിന് അവന് ഇട്ടിരിക്കുന്ന പേരാണ് യെല്ലോ ടൂത്ത്. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ ഈ പേരെടുത്തോട്ടെ എന്ന് വെച്ച് അപ്പോൾ അവരുടെ അടുത്തോന്ന് അവിടെ നിന്ന് വാങ്ങി പുതിയ ആ സെക്കൻഡ് ഷോ എന്നുള്ള സിനിമയ്ക്ക് ഞാൻ തുടങ്ങി. ദുൽഖറും അനീഷ് ഗോപാൽ രണ്ടുപേരും തുടക്കം വെച്ച സിനിമ സെക്കൻഡ് ഷോ ആണ്. പക്ഷെ അതിനൊപ്പം തന്നെ ഡിസൈനർ എന്നുള്ള രീതിയിലേക്ക് കൂടെ വളരുന്നു എന്നുള്ള സംഭവമുണ്ട്. എവിടെയാണ് കൊണ്ടോട്ടി സ്കൂളിലെ ബെസ്റ്റ് ആക്ടർ മലയാള സിനിമയിലെ ബെസ്റ്റ് ആക്ടർ ആവാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത് എപ്പോഴാണ്? കുഞ്ഞുനാളിലെ, വളരെ കുഞ്ഞുനാളിലെ വെച്ചാൽ നമുക്ക് സ്വപ്നം കാണാമല്ലോ. സ്വപ്നം കാണുന്നതിന് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സ്വപ്നം, അതായത് ഇപ്പോൾ നമുക്ക് നമ്മളെ ലൈഫിലൊക്കെ ചിന്തകളാണല്ലോ, ചിന്തകളെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വളച്ച് തിരിച്ചോടിക്കാമല്ലോ. പല നെഗറ്റീവ്സ് ചിന്തകൾ ഇങ്ങനെ ഇപ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ല, ദാരിദ്ര്യം, പട്ടിണി, അതൊന്നും പറയാണ്ടിരിക്കണം, ആ ഭൂതകാലമൊക്കെ അവിടെക്കട്ടെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനെ സൈഡിൽ നമ്മൾ സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം നെഗറ്റീവ്സ് ചിന്തകൾ വരുമ്പോൾ ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യും, ഞാൻ ഒരു സിനിമ നടനായാലും എങ്ങനെ ഉണ്ടാവും, വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ എൻ്റെ വീട്, ഇപ്പം ഞാൻ ആ വിഷ്വൽ ചെയ്തിട്ടുള്ള വീട് ഇപ്പം ഉണ്ടായി, അതിൻ്റെ റൂം, ഞാൻ പറഞ്ഞില്ല തിയേറ്റർ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിഷ്വൽ ചെയ്യും. ഒരു സിനിമ നടന്ന ഒരു ഡയറക്ടർ വന്നിട്ട് നമുക്ക് അതൊരു ഭൂതത്താൻ കോട്ടയാണ് സിനിമ എന്ന് പറഞ്ഞാൽ, ലൊക്കേഷൻ്റെ പരിധിയിൽ ഏരിയയിൽ കൂടെ നമ്മൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കാണും, ഞാൻ ഇടുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ നാളെ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയായിരിക്കും, നാളെ ഞാൻ തിരിച്ചെൻ്റെ സ്കൂളിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ ടീച്ചർമാർക്ക് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക. പക്ഷെ അതൊക്കെ ഞാൻ പോയി ഭയങ്കര ഓളായിരുന്നു അവിടെ. അപ്പൊ അതൊക്കെ നമ്മള് വെറുതെ ചിന്തിക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്താ, ഒന്നുമില്ല, ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചിന്തിക്കണേ. പക്ഷെ സത്യം പറയാലോ, ഇത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, അവസാനം അത് നടക്കും. നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിക്കണേ, വെച്ചാൽ നെഗറ്റീവ് നടക്കും. എപ്പോഴും നമുക്ക് ചിന്തകളെ പോസിറ്റീവായിട്ട് മാറ്റി നോക്ക്. നീ വേണേ ട്രൈ ചെയ്ത് നോക്കോ. ആൽക്കെമിസ്റ്റിൽ പറഞ്ഞ പോലെ 2-3 കൊല്ലമൊക്കെ പിടിക്കും. എൻ്റെത് ഒരു 5 കൊല്ലമാണ് എടുക്കുക. 5 കൊല്ലം കഴിയുമ്പോൾ ആ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം കഴിഞ്ഞ 15 വർഷം ഞാൻ എന്തായിരുന്നു, ഞാനേ അല്ല ഇപ്പം.
കാരണം ഇനിയും അടുത്ത 15 കൊല്ലം കഴിയുമ്പോൾ ഞാൻ മാറും. വേറെ രീതിയിലാണ്. ഇത് ശരിക്കും അടുത്തൊരു വർഷം അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കണം എന്നുള്ള ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു തലത്തിനപ്പുറം തന്നെ ഈ പ്ലാനിങ്ങും നടക്കും അതിന്റെ ഒപ്പം ഒരു ദീർഘവീക്ഷണം കൂടെ. പിന്നെ ദീർഘവീക്ഷണം ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ ഓഫീസിൻ്റെ ഇൻറ്റീരിയർ ഞാൻ എൻ്റെ ഓഫീസിലുണ്ട് ജോമോൻ, വിമൽ, അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരായിരുന്നു ഇവിടെ പടമുകളിൽ. ഓക്കെ. അതിന് മുന്നേ ഞാൻ ഒറ്റയ്ക്ക്, പിന്നെ കഴിഞ്ഞ് ഞാൻ ഒബ്രോമാളുടെ അവിടെ. അപ്പം ഞാൻ ഈ 4 പേരെടുത്ത് ഞാൻ പറഞ്ഞേ, എടാ നിങ്ങൾ 4 പേര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അണ്ടറിൽ 10 പേര് വീതം വരും. അപ്പോൾ ഒരു 10 പേര് ഇപ്പോൾ അനീഷേട്ടാണ് ആകെ 3 പടമുണ്ട്. എടാ ഞാൻ പറയണേ നിങ്ങൾ വിശ്വസിക്കുക, 10 പേര് നിങ്ങൾ ബാക്കിൽ വരും. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ AI ടെക്നോളജിക്കാണ് വരുന്നത്, നിങ്ങളത് പഠിക്കണം എന്ത് ചെയ്യുമെന്ന്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു. അതെ, അത് 10 വെച്ച് വെച്ചാൽ 40 ഉള്ളൂ, പക്ഷെ 100-ലേറെ സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ 100-ന്റെ അടുത്ത് സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ, ഇപ്പം ഞാൻ ഓഫീസിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും തന്നെയാണ് ഡീൽ ചെയ്യുന്നത് എല്ലാ സിനിമകളും. ഇപ്പൊ നമ്മൾ അന്ന് കണ്ട പോലെ നമ്മൾ മുതലാളി പരിപാടി അങ്ങനെ ഒരു പരിപാടിയല്ലേ. എനിക്ക് തീരെ വിലയില്ലാത്ത സ്ഥലമാണ് അവിടെ. അവർക്ക് ഞാൻ ചേട്ടനാണ്. അതായത് ഇപ്പോൾ അവരിപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യും, കംഫർട്ടിന് ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് ഡോറ് തുറന്ന് വരികയാണെങ്കിൽ ഇവർ കാലൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് വന്നിട്ട് കാലൊക്കെ നീട്ടി നിൽക്കുക, അനീഷ് ചേട്ടനായിരുന്നു. ഇതാണ് എൻ്റെ അവിടുത്തെ വില. പക്ഷെ നമുക്ക് ബഹുമാനം കാണിച്ചാൽ നമുക്ക് കുറച്ചുകൂടി എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ഓക്കെ. ഈ കൊണ്ടോട്ടിയിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മള് സിനിമ സ്വപ്നം കാണുമ്പോൾ നമ്മളുടെ ഏത് ഡൗൺ ടൈമിലാണെങ്കിൽ പോലും സിനിമ വെച്ചിട്ട് നമുക്ക് ഉയർച്ചയിൽ എത്താൻ പറ്റുമെന്ന ചിന്തകൾ പൂക്കുന്നിടമാക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുക ചിലപ്പോൾ അതിലായിരിക്കും. വർക്ക്ഷോപ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള തിയേറ്ററുകളോ ഡ്രാമ സ്കൂളോ മറ്റെന്തോ ആയിക്കോട്ടെ, സിനിമയെ മാത്രം ഫോക്കസ് ചെയ്ത് പോവാതെ ഇതിനൊപ്പം ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്, നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്നുള്ളത് ഒരു പോസ്റ്റിലേക്ക് പോകാൻ പറ്റും, ഇതൊരു വരുമാന മാർഗ്ഗമാക്കാൻ പറ്റും, സിനിമയ്ക്ക് വരുന്ന ഒരു സ്ട്രഗിൾ സ്റ്റേജിലാണെങ്കിൽ പോലും ഞാൻ വീണ് പോവില്ല എന്ന് ചിന്തിപ്പിക്കാൻ പറ്റണം. അപ്പം ഒരു പേടി തോന്നിയില്ല ഞാൻ ഇതിലോട്ട് ഫോക്കസ് ആയി പോവോ, സിനിമ എനിക്ക് നഷ്ടമാവോ, അതൊരു പോസ്റ്റർ ഡിസൈൻ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായില്ല. ഇത് സിനിമേന്റെ പാർട്ട് തന്നെയല്ലേ. അതെ, കാരണം ഒരു ഡയറക്ടറും ഒരു റൈറ്ററും ഒരു പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞാൽ അവർക്ക് ആദ്യം വേണ്ടത്, ഇപ്പോൾ ഒരു റൈറ്റർ ആദ്യം എന്താ അവർക്ക് വേണ്ടി വരിക, അതായത് അവർക്ക് പ്രസന്റ് ചെയ്യാൻ നേരത്തെ അവരുടെ സ്ക്രിപ്റ്റിന്റെ മുകളിൽ ഒരു ടൈറ്റിൽ വേണ്ടി വരും. അതിന് ഫസ്റ്റ് തന്നെയല്ലേ കാണുന്നത്. ഡയറക്ടർ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കാണുന്നു. മലയാള സിനിമയുടെ കണിയാണ്. അപ്പോൾ ഞാനെപ്പോഴും ആ സിനിമേന്റെ കൂടെ തന്നെ ഉണ്ട്, ടെക്നീഷ്യൻ ഞാനുണ്ട്. പക്ഷെ ഞാൻ ചാൻസ് ചോദിക്കാറില്ല അവരുടെ അടുത്തില്ല, കാരണം അവരെന്റെ ക്ലൈന്റ് അല്ലേ. അതെ. പക്ഷെ ഇപ്പോൾ ഞാൻ ചാൻസ് കൊടുത്തു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ സൈജുവേട്ടനായിക്കോട്ടെ, അജു ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. മനുഷ്യ നീ ചാൻസ് ചോദിക്കണം. ബേസിലും എനിക്ക് അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്താ ചാൻസ് ചോദിക്കാത്ത, ചോദിച്ചാൽ കൂടെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, നീ ചോദിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു. ഇത് മറ്റേ കോംബോ ഓഫർ ഒക്കെ ഉണ്ടോ? പോസ്റ്റർ ഡിസൈനും ആക്ടറും കൂടിയുള്ള രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ ഒരു കോംബോ ഓഫർ പോലെ അതൊരു കമ്പനി, ഇതൊരു രണ്ടായിട്ട് കാണുന്നത്. ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആദ്യം ആ സിനിമയെ കുറിച്ച് അറിയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ വഴിയോരങ്ങളിൽ കാണുന്ന മതിൽ ചുവരിൽ കാണുന്ന പോസ്റ്ററുകളിലാണ്. പിന്നീട് അവിടെ നമ്മൾ ഈ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ ഒരു സമ്പ്രദായത്തിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിന്നെ മാഗസീൻസ് വരുന്നു, പത്രങ്ങളിൽ വരുന്നു എന്നുള്ള സാധനം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറിയാലും നമ്മൾ കാണുന്ന നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്ററുകളിലോട്ട് ഇത് മാറിയപ്പോഴും തുടക്കം ഇതിലാണ് ഒരു സിനിമയെ കുറിച്ച് അറിയാന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഫിലിം മേക്കർ, ഡയറക്ടറോ റൈറ്ററോ മറ്റെന്തോ ആയിക്കോട്ടെ, അനീഷേനെ സമീപിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ശരിക്കും ഇത് അപ്രോച്ച് ചെയ്യേണ്ട രീതിയിലേക്ക്. കാരണം ഒരു ഡയറക്ടർക്ക് ഒരു ആക്ടറിനെ അപ്രോച്ച് ചെയ്ത് കൺവിൻസ് ചെയ്യുന്ന രീതിയും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മറ്റു കോ ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ കൺവിൻസ് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ തുടക്കം ഒരു പ്രേക്ഷകനിലേക്ക് ഒരു സിനിമ എത്തിക്കുന്ന ഒരു പോസ്റ്റർ ഡിസൈനിന്റെ അപ്രോച്ച് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിനെ സമീപിക്കേണ്ട ഒരു രീതി എങ്ങനെയാണ് ശരിക്കും, ഒരു ബ്രീഫിംഗ് എങ്ങനെയാണ്? പല രീതിയിലുണ്ട്. ചില പ്രൊഡക്ഷൻ ചില സിനിമകളിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും അവരെ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ എല്ലാം അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ചിലത് പ്രൊഡക്ഷൻ കമ്പനീൻ്റെ കയ്യിലായിരിക്കും. ഡയറക്ടർ ഉണ്ടെങ്കിലും ഡയറക്ടർ അപ്രൂവ് ഉണ്ടെങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഈ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും, ക്രിയേറ്റീവായിട്ടുണ്ടാവും. ഇപ്പം ഭാവന സ്റ്റുഡിയോസിലൊക്കെ ആണെങ്കിൽ അവിടെ ദിലീഷേട്ടനുണ്ട്, ശ്യാമേട്ടനുണ്ട്, ബ്രില്യൻസ് ആയിട്ടുള്ള അത്ര ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ വേറെ കുറച്ച് സ്ഥലത്തേക്ക് വേറെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് എത്തുമ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവും. ചിലത് ഡയറക്ടർ ആയിരിക്കും. ഇപ്പോൾ തരുൺ മൂർത്തിൻ്റെ പതിമനോഹരം എന്നുള്ള സിനിമ ഉണ്ട്. അതെ, ഓരോ ഡയറക്ടേഴ്സ്, ചില ഡയറക്ടേഴ്സ് വരുമ്പോൾ അത് അവരെ വീക്ഷണത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. മിഥുനാണെങ്കിൽ മിഥുൻ മനോഹലിന്റെ ഒരു രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അവരായിരിക്കും നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ അടുത്ത് കഥ പറയും,
ചിലതിന് നമുക്ക് ഫോട്ടോഷൂട്ട് വേണ്ടി വരും, ചിലത് നമ്മൾ എന്താ പറയാ ആ സിനിമ ഹ്യൂമർ ആണോ അല്ലെങ്കിൽ ഇതൊരു ത്രില്ലർ ആണോ ഇതൊരു ഹൊറർ ആണോ എന്ന് ഏത് ജോണർ ആണെന്നുള്ളത് നമുക്ക് ആ പോസ്റ്ററിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതാരെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഞാൻ ഇപ്പൊ മഞ്ഞുമല ചോദിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടർ കൂടിയാണ്. ഇപ്പൊ സംവിധാനത്തോട് മുമ്പ് ചിദംബരമാണ്. ഞാൻ ചോദിക്കുന്നത് ഒരു ഇങ്ങനെ സമീപിക്കുന്ന രീതിയിലേക്കും അവരുടെ തോട്ട് പ്രോസസ് ശരിക്കും ആരിലൂടെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക? ഡയറക്ടർ തന്നെയാണ്. ആണ്. എങ്ങനെ ശരിക്കും അതിലേക്ക് മാറ്റി? ഇപ്പം ഒരു പോസ്റ്റർ കണ്ടിട്ട് ഒരു സിനിമ കാണാൻ തോന്നിപ്പിക്കണം. ആ തോന്നിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ സിനിമയ്ക്കുള്ളിലെ രഹസ്യങ്ങളൊക്കെ നമുക്ക് ഒളിപ്പിച്ച് വെക്കും വേണം എന്നുള്ളത്. രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പം തല പുകയും. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ അവിടുത്തെ ഒരു ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള രീതിയിൽ ഇപ്പം കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നില്ല, അല്ലാത്ത രീതിയിൽ ഇപ്പം വെച്ചാ കുറെ പേരുണ്ട്. ഇപ്പം ടീമായിട്ടുള്ള പരിപാടികൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഇതേപോലെ തന്നെ ഈ ഡയറക്ടേഴ്സിന്റെ ഒരു അല്ലെങ്കിൽ റൈറ്റേഴ്സിന്റെ അല്ലെങ്കിൽ പറയുന്ന പ്രൊഡക്ഷൻ ടീം കൂടെ കുറെ ഐഡിയാസ് അവരുടെ അടുത്ത് നിന്ന് വരും. ഓക്കെ, ഇപ്പൊ ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് കുറെ ഐഡിയാസ് വരും. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെയാണ് ഇത് ഒരു നല്ലൊരു ഇതൊരു ആർട്ടാണല്ലോ ശരിക്കും. ഒരു പെയിന്റിംഗ് അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ, അല്ലേ? നമ്മളൊരു പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡിജിറ്റൽ ആർട്ട് തന്നെയാണ്. അപ്പൊ ആ ആർട്ടിലേക്ക് ഒരു വൈറ്റ് പേപ്പറിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ച് ഒരു ആർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സിനിമ നമുക്ക് പോസ്റ്റർ കണ്ടാൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാൻ പറ്റില്ല, അല്ലേ? തീർച്ചയായിട്ടും, അല്ലേ? ഈ സിനിമ കൊള്ളായിരിക്കും. ഈ സിനിമ ചിലതൊന്നും പിടുത്തം തരുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് മിസ്റ്ററി ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന പോസ്റ്ററുകളായിരിക്കും. ഈ പണ്ട് സിനിമകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരിക്കും ലൊക്കേഷനിൽ. നമുക്ക് ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ എടുത്തു നേരെ പോസ്റ്റിലോട്ട് വരും. ഈ ചില സമയങ്ങളിൽ നമുക്കതൊരു ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നേരെ ഇവരുടെ ഫേസിലോട്ട് മാത്രമായിരിക്കും പോസ്റ്റർ ഫോക്കസ് ചെയ്യാം. ഇന്ന് കാലം മാറി, സ്വാഭാവികമായിട്ട് ഒരു തീം കൂടെ അതിൽ കണക്ട് ആവുന്നുണ്ട്. ആർട്ടിസ്റ്റുകൾക്കൊപ്പം തന്നെ എങ്ങനെ പോസ്റ്റർ തീം കൂടി ഉൾപ്പെടുത്താം എന്നൊരു ചിന്ത. നെടുങ്കണ്ടം മിറാക്കിൾ പോത്താട്ടന്റെ പടം, അതിന്റെ പോസ്റ്ററൊക്കെ ശ്രദ്ധിച്ചാൽ ലാലേട്ടന്റെ പടമാണ്, അല്ലേ? ലാലേട്ടനും എല്ലാരും ഒരേപോലെ ഉള്ളത്. പക്ഷെ അതിൽ പ്രോട്ടോകോൾ മാറി. ഞാൻ ഇതിൽ ഇതിൽ ഫോട്ടോഗ്രാഫറും ഇതിൽ ഭയങ്കര ഫോട്ടോഗ്രാഫേഴ്സും ഇതിൽ ഭയങ്കരമായിട്ട് ഇന്നായിട്ട് അവരെയും ഐഡിയാസ് ഉണ്ടാവട്ടോ. ഞാൻ വിട്ടുപോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ടീമായിട്ട് തന്നെയാണ് നമ്മളിത് വർക്ക് ചെയ്ത് പരിപാടികൾ പിടിക്കുന്നത്. ശരിക്കും ഇതിന് പോസ്റ്ററിന് വേണ്ടി ഫോട്ടോഷൂട്ട് നടത്തും. പിന്നെ ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് ചില സിനിമകൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. ലൊക്കേഷൻ സ്റ്റില്ല. ചില സിനിമകളിൽ നമുക്ക് ലൊക്കേഷൻ സ്റ്റില്ലിലൂടെ തന്നെ കഥ പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അതിൽ വർക്ക് ഉണ്ടാവും. ഇപ്പൊ മഞ്ഞുൽ ബോയ്സിൽ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഫോട്ടോ ആയിരിക്കും. പഴയ ഒരു 90s എടുത്ത ഫോട്ടോ പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അത് ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത് ചിലർ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഹെഡൊക്കെ നേരെയൊക്കെ വെച്ച് അത് നമ്മളെ പരിപാടി മാറ്റം വരുന്നത്. സോ ആ വഴിയില് യെല്ലോ ടൂത്ത്സിൽ ഭയങ്കരമായിട്ട് സക്സസ് ഉണ്ടായി. പക്ഷെ കൊണ്ടോട്ടിക്കാരൻ അനീഷ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഗോപാൽജി സ്വപ്നം കണ്ടത് ആക്ടർ എന്നുള്ള ഒരു മൂഡിലാ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണത്. അത് ഏറ്റവും ഒടുവിൽ വിവ വരെ എത്തി നിൽക്കുന്നു. വിവയിലെ സൈക്കോയിലുള്ള സംഭവം. അപ്പൊ എവിടെ കുറെ കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? ഒരു പോസ്റ്ററിനെ കുറിച്ചിട്ട് ഒരു ഫിലിം മേക്കേഴ്സോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനോ മികച്ച അഭിപ്രായം പറയുന്ന ഒരു വേഷങ്ങളിൽ അത് അനീഷ് ഭായ് നന്നായി ചെയ്തിരുന്നു എന്നൊരു സാധനം പറയും. എവിടെ കുറേ കൂടിയും ലഹരി കിട്ടുന്ന എവിടെയാ? ശരിക്കും ആക്ടിങ്ങിലായിരിക്കും. കാരണം ഞാൻ കമ്പനി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വരുമാനത്തിന് തന്നെയാണ്. ഞാൻ ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി, ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ദാരിദ്ര്യം മാറി എന്നുള്ളതാണ്. പക്ഷെ അത് വെള്ളിയാഴ്ച കൊണ്ട് പിന്നെ നമുക്ക് തുടരെ പടങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ സംഭവം അങ്ങനെയല്ല. അത് ഭയങ്കര സ്ട്രഗിൾ ആയിട്ടുള്ള നമ്മളിപ്പോൾ നിൽക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും, നമ്മൾ ബഹുമാനിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും, ഇപ്പം നീ ആണെങ്കിലും ആർട്ടിസ്റ്റാണ്. ഇവിടെ നിൽക്കണമെങ്കിൽ നിനക്കറിയാലോ, ഇവിടെ എത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വലിയൊരു പെയിൻ ഉണ്ട് ജേണിയിൽ. പക്ഷേ ഒന്നില്ലെങ്കിൽ നമ്മളെ ബാക്കിൽ നമുക്ക് സാമ്പത്തികം വേണം എങ്കിൽ ഇതിന് മാത്രമായിട്ട് നമുക്ക് കുറേ ആക്ടിങ് വർക്ക്ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് അങ്ങനെ പോവാം. പക്ഷേ നമുക്ക് ബാക്കിൽ എന്ത് ചെയ്യണം? വലിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. ഇതില്ലാത്തൊരാൾക്ക് ഇതുണ്ടാക്കണം. കാരണം എനിക്ക് ഒന്നുമില്ല. ഞാൻ 2012 ആ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. ഞാൻ വാടക വീട്ടിലാണ്. ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് പോലും ഇല്ല. ഈ ഒരുപാട് കടങ്ങളുമാണ്. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേജ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ആദ്യം. അത് പട്ടിണി അടക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്നെ വിശ്വസിച്ചിട്ട് ഒരു കുടുംബം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും പട്ടിണി നടത്താൻ പറ്റില്ല. നമ്മളെ കയ്യിൽ എന്താണ് ഒരു കലയുണ്ട്, കൈത്തൊഴിൽ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് വെച്ച് നമ്മൾ എങ്ങനെ ഇപ്പം ഞാൻ വെബ് ഡിസൈനിങ് ആണ് പഠിച്ചതെങ്കിലും ഈ ഏരിയയിൽ തന്നെ നിൽക്കണം എന്നൊരാഗ്രഹം തുടങ്ങി. അപ്പോൾ ഇത് വെച്ച് പൈസ ഉണ്ടാക്കി ഇപ്പം എന്താ പറയുക,
ഇങ്ങനെ മെല്ലെ 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 വരുമാനം ഉണ്ട്, പക്ഷെ അതിന്റെ ഒപ്പം ഇരുന്ന് വിടുന്നില്ല. അതെ അതെ, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതെ അതെ, ചിലർക്ക് അത് ഉണ്ടാവില്ലല്ലോ. ഇല്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഈ സമയം കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഒന്നും ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ് പിന്നെ ഒരു ഡിപ്രഷനാണ്. ഇതും ഇല്ല അതും ഇല്ല, അവിടെയും ജോലി വിട്ടു ഇവിടെയും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വരും. നമ്മൾ ഇന്നായി നിൽക്കുമ്പോൾ ഒരു അതിൻ്റെതായിട്ടുള്ള പ്ലസുകളും ഉണ്ട്. അതെ അതെ, ഈ ആക്ടേഴ്സിലോട്ട് വരുന്ന സമയത്ത് ശരിക്കും എങ്ങനെ ഇപ്പം നമ്മൾ പറയുന്നത്, നമുക്ക് സിനിമ സ്വപ്നം കാണുമ്പോൾ നമ്മൾ പറയും വേഷങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കിട്ടിയ വേഷങ്ങൾ നമ്മൾ എല്ലായ്പ്പോഴും എടുത്തോളൊന്നുമില്ല. അപ്പം ഏതൊക്കെ പറയും കൂടി സിനിമയോടുള്ള ആസക്തി ഉണ്ട്, കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ അതിലൊരു സെലക്റ്റീവ് ആവണ ഒരു മൈൻഡ് സെറ്റ് മാറിയോ, എങ്ങനെയാ? സിനിമകൾ അങ്ങനെ സെലക്റ്റീവ് ആവാൻ മാത്രമുള്ള സിനിമകളൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വരില്ല. ഇപ്പം നിനക്ക് വരുന്നുണ്ടോ? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നമ്മളൊക്കെ സെലക്റ്റീവ് ആവാനുള്ള സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം കാല് വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തീവണ്ടി എന്നുള്ള സിനിമയിൽ ഒരു ബ്രേക്ക് നല്ല രീതിയിൽ കിട്ടി. കാരണം ഞാനിങ്ങനെ നോക്കുമ്പോൾ ആലപ്പുഴ ആ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കൊക്കെ. അപ്പം എൻ്റെ അടുത്ത് കൊണ്ട് എൻ്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു, എടാ നിന്റെ പടം ഭയങ്കര ഹിറ്റ്, ആ കാണാനാണ് ആൾക്കാരിരിക്കണത്. ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ ഭയങ്കര ഹിറ്റായി, പടം ഭയങ്കര ഇതായിട്ടുണ്ട്, നിന്റെ റോള് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ നമ്മൾ ആ ഡ്രീമിലേക്ക് എത്തി. പക്ഷെ അതായിരുന്നു ജീവിതത്തിൽ സിനിമാറ്റിക് മൊമെന്റ് അതായിരുന്നു. ശരിക്കും ശരിക്കും ഞാൻ കുറച്ച് അതിന് വേണ്ടി അത് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വന്നിട്ടുള്ള സിനിമയാണ്. ഓക്കെ, പക്ഷെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മളൊക്കെ എന്നെ ആക്കിയതും അവർ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ വെള്ളപ്പൊക്കം, കൊറോണ, പിന്നീട് എനിക്ക് ഒരുപാട് സിനിമകൾ വന്നായിരുന്നു. പക്ഷേ അതില്ല ഈ പറയുന്ന പരിപാടിയിൽ നിന്നു. ഈവൻ എനിക്ക് ബ്രഹ്മാളുടെ ബാക്കിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, അത് വരെ തകർന്ന് അടിഞ്ഞ് ഒന്നുമില്ലാതെ കുഴിയിലേക്ക് പോയി. അങ്ങനെയാണ് വരുന്നത്. പിന്നീടാണ് ഞാൻ വീണ്ടും ഏത് ഡിസൈനിലേക്ക് പിന്നെ വീണ്ടും അങ്ങ് തുടങ്ങി. ഇന്നിപ്പോൾ ഒരു 100 പേരിലെത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രത്യേകിച്ച് നമ്മൾ നവമാധ്യമങ്ങളിലെ പല ആക്ഷൻസും റിയാക്ഷൻസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ റിയാക്ഷൻ വീഡിയോ ആണ്. അത് എനിക്ക് തോന്നുന്നു ആരുദ്ദേശിച്ചാണോ ആ റിയാക്ഷൻ വീഡിയോ വന്നത്, ഐ മീൻ കോക്ക് റിവ്യൂ പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തു, അനീഷായിട്ട് അത് കൂളാണ് എന്നുള്ള രീതിയിലേക്കായിരുന്നു ഭാര്യയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. റിവ്യൂ സിസ്റ്റത്തെ എങ്ങനെയാ നോക്കി കാണുന്നത് ശരിക്കും? റിവ്യൂ സിസ്റ്റം ആർക്കും, ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ നിൻ്റെ അടുത്ത് പറയില്ലേ ആ സിനിമ കൊള്ളൂല എന്ന് പറയുമല്ലോ. ഇതിപ്പോൾ ഞാൻ ഈ സിനിമ ഇപ്പോൾ വിവാഹം എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ബ്ലസൻ എൻ്റെ അടുത്ത് പറയുന്നു. കാരണം ബ്ലസൻ എൻ്റെ അവിടെ ഓഫീസിൽ നമ്മൾ സ്റ്റാഫ് താമസിക്കുന്ന പിന്നെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഡെയിലി ഞാൻ അങ്ങനെ കാണാം, ഹൈ ബ്ലസൻ, ഹൈ, അവരാരോ കൂട്ടുകാരാണ്. അപ്പം അങ്ങനെ നമ്മൾ പറയില്ലേ, എൻ്റെ അടുത്ത് ആരാണോ സിനിമയ്ക്ക് വരുന്നത് ഞാൻ അവർക്ക് എൻ്റെ ഡേറ്റ് ഉണ്ട്. എനിക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ചെയ്യും. അപ്പോൾ ഈ വിവാഹം എന്നുള്ള സിനിമ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ അയാളൊരു ഡ്രീം. ഇപ്പോൾ അഭിഷേക് എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് തെണ്ടി നടന്നപ്പോൾ അവനെ എഴുതി അവൻ്റെ ഡ്രീമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി അഭിനയിക്കുക എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ, അല്ലെ ആ ബ്ലസനോടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഉല്ലാസ്, അവനൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അപ്പോൾ അവർ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കഥയൊന്നും പറയണ്ട, നിങ്ങൾ വിളിച്ചു, ഞാൻ വരുന്നു, ഞാൻ ചെയ്യുന്നു. എന്നോട് തലേന്ന് ഞാൻ കഥ ഏകദേശം എൻ്റെ ഒരു പോർഷൻ പറഞ്ഞു തന്നു. ഞാൻ പിന്നെ ഇവിടുന്ന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ ആ കാറിൽ ഇരുന്നിട്ടാണ് ഞാൻ മൊത്തം സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട്. അപ്പോൾ ഞാൻ ബ്ലസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഒരു സിനിമ എങ്ങനെ വരും എങ്ങനെ വരില്ല എന്നുള്ളതല്ലോ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പറയാം. ഈ സിനിമ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം റോഹൻ നല്ല പേര് അല്ലേ, റോഹൻ നന്നായിട്ട് ചെയ്തു, അല്ലെങ്കിൽ റോഹൻ ആ റോളിന് ആപ്റ്റല്ലായിരുന്നു, അങ്ങനെ പറയാം. അതായത് ആ ക്യാരക്ടറിലോട്ടോ അല്ലെങ്കിൽ സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലിപ്പം എന്താ ഛായാഗ്രഹണം നല്ലായിരുന്നു, പിന്നെ അല്ലെങ്കിൽ ഈ ഇപ്പോൾ അതിലെ മ്യൂസിക് നല്ലായിരുന്നു. ഇപ്പം ഇതിൽ നല്ല മ്യൂസിക്കാണ്. ഇപ്പം ഞാൻ സിനിമ ഭയങ്കര സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് 4 പെണ്ണുങ്ങളെ കഥ പറയുന്നൊരു സിനിമയാണ്. അങ്ങനെ റിവ്യൂ പറയാം. പക്ഷേ ഇപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത് വ്യക്തിഹത്യ ചെയ്യുന്നതിലേക്ക് മാറി. എനിക്കത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് എൻ്റർടൈൻമെൻറ്റ്, അതായത് യൂട്യൂബിലൂടെ നല്ല വരുമാനം കിട്ടും. ഈ യൂട്യൂബിൽ നിന്ന് എപ്പോൾ ഏൺ ചെയ്യാൻ തുടങ്ങിയോ അന്നാണ് ഈ മൊബൈലും മരണ വീട്ടിലേക്ക് വരെ എത്താൻ തുടങ്ങിയത്, അല്ലേ? സത്യമല്ലേ? അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ആൾക്കാരെ കോണ്ടന്റ് ഇല്ല, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യക്തിഹത്യ ചെയ്യരുത്. പക്ഷെ ഞാനിത് കണ്ട് ചിരിച്ച് ഞാൻ പോയി. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാനെപ്പോഴും ഹീറോ ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്രയും കാലം എന്നെ വിശ്വസിച്ചൊരു കുടുംബം അവിടെ ഉണ്ട്. അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരു ആളാണ് ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എപ്പോഴും ഹീറോ തന്നെയാണ്. ഞാൻ വെച്ചാൽ ഉച്ചാളി വേഷങ്ങൾ ചെയ്തോട്ടെ, ഇവർ പറയുന്ന പോലെ. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഹീറോ ആണ്.
എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഹീറോ ആണ്, കാരണം ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ അനീഷ് ഗോപാൽ നന്നായില്ല എന്ന് പറയാം. ഇതിപ്പോൾ എന്താണെന്നറിയോ, എനിക്ക് ആ വ്യക്തിനെ പോലും അറിയുമ്പോഴില്ല. അനീഷ് ഗോപാൽ ഊള, ധ്രുവൻ മൊണ്ണ, ഇതൊക്കെയാണ് റിവ്യൂ. ഇങ്ങനെ ഇത് ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? അവന് സിനിമയെ പറ്റി പറയാം, ആ സിനിമയുടെ കഥാപാത്രങ്ങളെ പറ്റി പറയാം. പക്ഷെ അത് വ്യക്തിഗതത്തിലേക്ക് നീങ്ങുമ്പോൾ അത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ല. എൻ്റെ ഭാര്യ ഭയങ്കര ഗ്ലൂമി ആയിപ്പോയി, ചിരിച്ചുകൊണ്ടിരുന്ന എൻ്റെ മക്കൾ പെട്ടെന്ന് ഇതായിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അവരച്ഛനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മക്കൾ രണ്ടുപേരും അപ്പനെ ഇതെന്താ അമ്മ അച്ഛൻ ഏപ്പടത്തിലൊക്കെ അഭിനയിച്ചോ, അവർ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. അവൾക്ക് ഞാൻ എൻ്റെ വേഷം കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമായി. ഓക്കെ, ഞാൻ അശ്വന്ത് ഗോക്കിനോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, റിവ്യൂ പറയുമ്പോൾ നീ വെള്ളമടിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ, സത്യമല്ലേ? ഞാൻ അവനെ ഫോൺ ചെയ്തു. അപ്പോൾ അവനോട് പറഞ്ഞാണ് ഞാൻ 2 അടിച്ചിട്ട് ഒരു ഓളത്ത് പറഞ്ഞു പോയതാണ്. എൻ്റെ വൈഫിന് അവസാനം സൈക്കാട്രിനെ കാണിക്കേണ്ടി വന്നു ഇവൻ കാരണം. ആ നയന ആത്മഹത്യയിലേക്ക് പോകേണ്ട അവസ്ഥ ഇവൻ ഉണ്ടാക്കി വെച്ചു. ആരാ ചോദിക്കാനുള്ളത്? ആ സിനിമേനെ കുറിച്ച് പറയൂ. കാരണം ഇവൻ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസറാന്നുള്ള കാര്യം ഇവൻ മറന്നു പോന്നു. ഞാനടക്കം ഇവൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് പോയത്. DC ഞാൻ കാണാൻ പോയത് ഇവൻ്റെ റിവ്യൂ കണ്ടിട്ട്. വൈഫ് പറയുന്നുണ്ട് അതിൽ, ഞാൻ റിവ്യൂ കണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ റിവ്യൂ കണ്ട് പോകാറുള്ള ഒരാളാണത്. അപ്പം ശരിക്കും അങ്ങനെ കാണുന്നവരിൽ കൂടെ ശരിക്കും ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും സിനിമയ്ക്ക് ദോഷം ചെയ്യില്ലേ ഭയങ്കരമായിട്ട്? സിനിമ നല്ലത് ചീത്തതെന്ന് പറയാനുള്ള അവകാശം ആ ടിക്കറ്റ് എടുത്ത പ്രേക്ഷകനുണ്ട്, അവന് അതിൻ്റെ അവകാശമുണ്ട്. ഓക്കെ, അതിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തികളെ ബാക്കിൽ, അതായത് ഇപ്പം വേണമെങ്കിൽ ഞാൻ അഭിനയിച്ച കഥാപാത്രം അമർ ഊള, ഭയങ്കര ഊള ക്യാരക്ടറായിരുന്നു. അല്ലെങ്കിൽ അനീഷ് ഗോപാൽ എന്ന് പറയുമ്പോൾ ഞാനാണ്. റോഹൻ അങ്ങനെ പറഞ്ഞാൽ റോഷൻ എന്ത് പറയും? തനിനിറം എന്നുള്ള പടത്തിൽ റോഹൻ ചേറ്റ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്നിന്നെ അടിക്കില്ലേ? ഉറപ്പല്ല, അത് വ്യക്തിഹത്യയാണ് അല്ലേ? ഇതാണ് ഇവൻ ചെയ്യുന്നിപ്പോൾ. ഇവൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, കാരണം ഇവനോട് ആരും ചോദിക്കുക, എല്ലാവർക്കും പേടിയവനെ. കാരണം അടുത്ത പടത്തിൽ ഇവൻ എന്നെ അതിനേക്കാളും വലിയ രീതിയിൽ അലക്കൂലേ എന്നുള്ള പേടിയാണ് ഇവന്. കാരണം ഇവൻ മര്യാദയ്ക്ക് റിവ്യൂ വരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിവ്യൂറാണ്, ഒരു പാവമാണ്. ഫോൺ വിളിച്ചാൽ അയ്യോ ചേട്ടാ, ഞാൻ ഫോൺ ചെയ്ത സമയത്ത് അയ്യോ ഞാനേ വൈഫിനോട് പറയുന്നുണ്ട് അയ്യോ ഞാൻ അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല, മക്കളും മിണ്ടിയില്ല. അവൻ പറഞ്ഞ് അല്ല ഞാൻ അങ്ങനെ അച്ഛനെ ഉദ്ദേശിച്ചല്ലോ കേട്ടോ മക്കളെ, ഞാൻ ആ ക്യാരക്ടറിനെ പറഞ്ഞത്. അപ്പോഴും ഞാൻ അവനോട് പറയണ്ടേ, ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ അമർ എന്ന് പറഞ്ഞിട്ട് പറയണം. നയന എൽസ എന്ത് ലൈംഗിക ചേഷ്ടല്ലത് കണ്ടായിരുന്നു നിങ്ങളറിയാം. ഇവൻ ചെയ്യുന്ന വേറെ പലതും, ചിലരൊക്കെ സിനിമ ഭയങ്കര സ്വപ്നം കണ്ടുവരുന്ന സമയത്ത് ഇവൻ ചെയ്യുന്ന റിവ്യൂസ്, ചില സിനിമ ഞാൻ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ചില സിനിമകളൊക്കെ മോശം സിനിമകൾ തന്നെ ആയിരിക്കും, പക്ഷെ അതിനൊരു മാന്യതയുണ്ട്, ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതാണ് ഇവൻ കയറി അങ്ങ് കളയുന്നത്. ലാലേട്ടൻ കണ്ടില്ലേ, ഇവൻ ആരാവൻ? എന്നിട്ട് ഇത് ചോദിക്കാനും ഇവിടെ ഒരൊറ്റ മനുഷ്യന്മാരില്ല. വേറെ ഇവിടെ ഉണ്ണി വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഷസാമ് ചെയ്യുന്നുണ്ട്, ഇല്ലേ, മൺസൂൺ മാങ്കോ, എന്ത് വൃത്തിക്കാണ്. ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവരൊക്കെ റിവ്യൂവിൽ. ഇവന് മാത്രം എന്താ അതില്ലാത്ത? അത് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് വ്യക്തികളിലേക്ക് വരൽ കൊണ്ടുമ്പോഴാണ് പ്രശ്നം. അത് പേഴ്സണലി എന്നുള്ള രീതിയിലേക്ക് ഇതെടുത്ത് പേരുകൾ സൂചിപ്പിച്ച് ഞാൻ അശ്വന്തിനോട് പറഞ്ഞ വെച്ചാൽ നീ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിൻ്റെ FFC പാൽക്കുപ്പികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും എന്നെ ഒന്നും പിടിച്ചിടരുത്. ഞാനും തിരിച്ച് അലക്കും, അത്രേ പറയാനുള്ളൂ. കാരണം അത് എന്തുകൊണ്ട് എനിക്ക് ആദ്യം ഞാൻ ചിരിച്ച് കളഞ്ഞെങ്കിലും എനിക്ക് നയന മെസ്സേജ് അയച്ചപ്പോൾ അവൾ പറയണ വെച്ചാൽ ഞാനിനി എങ്ങനെ ഏട്ടാ സാരി ഉടുക്കാൻ, ഞാൻ ട്രോമയിലേക്ക് പോയി. എൻ്റെ സഹപ്രവർത്തക അവനെന്താ പറഞ്ഞ്, ഞാനൊരു വെള്ളടിച്ചൊരു ഓളത്തിന് ആ രാത്രി അങ്ങ് ചെയ്തു വരാം. എന്നിട്ട് ഫുള്ളി ചിരിക്കുക. അതിൻ്റെ അടിയുള്ള കമൻ്റൊക്കെ വായിച്ച്